മാരുതിയുടെ വാഹനങ്ങളിൽ സെമി ഹൈബ്രിഡ് ഡീസൽ എഞ്ചിൻ വാഹനങ്ങൾ എങ്ങനെയാണ് അതിന്റെ ഹൈബ്രിഡ് സിസ്റ്റം വർക്ക് ആവുന്നത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. പലരും ചോദിക്കാറുണ്ട് ഹൈബ്രിഡ് എങ്ങനെയാണ് വർക്ക് ആവുന്നത്, എന്താണ് അതിന്റെ പർപ്പസ് എന്നുള്ളത്. സെമി ഹൈബ്രിഡ് എഞ്ചിനോട് ഉദ്ദേശിക്കുന്നത് ഡീസൽ എഞ്ചിനിൽ ഒരു ചെറിയ ബാറ്ററിയുടെ സപ്പോർട്ട് കൂടി എഞ്ചിൻ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സെമി ഹൈബ്രിഡ് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാഹനം 2015 മോഡൽ വരുന്ന മാരുതി സുസുക്കി സിയാസ് ആണ്. സിയാസ് ZD എന്നുള്ള ഫുൾ ഓപ്ഷൻ വരുന്ന സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന ഒരു വാഹനമാണ്. 2015 അവസാന കാലഘട്ടങ്ങളിലാണ് മാരുതി സെമി ഹൈബ്രിഡ് സിസ്റ്റം എന്നുള്ള ഒരു ടെക്നോളജി അവതരിപ്പിച്ചത്. എന്താണ് ഇതിന്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൽ നിന്ന് ലോസ് ആയി പോകുന്ന എനർജി, അതായത് നമ്മൾ വാഹനം നല്ല ഒരു സ്പീഡിലൊക്കെ പോയിട്ട് പെട്ടെന്ന് നമ്മൾ സഡൻ ബ്രേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു വാഹനം നല്ല സ്പീഡ് പോവാണ്, പെട്ടെന്ന് നമ്മൾ സഡൻ ബ്രേക്ക് ഇടുമ്പോൾ വാഹനത്തിന് എഞ്ചിൽ നിന്ന് ആ ഒരു എനർജി ലോസ് ആയി പോവാണ്. ഈ ലോസ് ആയി പോകുന്ന എനർജി ഇതിന്റെ ബാറ്ററിയിലേക്ക് സ്റ്റോർ ചെയ്യും. നമ്മൾ ആ വാഹനം ആ ബാറ്ററിയിലേക്ക് സ്റ്റോർ ചെയ്ത എനർജി അത് വെച്ചിട്ട് ആ ലോസ് ആയ എനർജി വെച്ചിട്ട് എഞ്ചിൻ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു ടെക്നോളജി കൊണ്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ ചെറിയൊരു മൈലേജിനകത്ത് ചെറിയൊരു വ്യത്യാസം വരും. മൈലേജ് കുറച്ച് കൂടും. അത് സാധാരണ നോർമലിനേക്കാളും ബാറ്ററിയുടെ സപ്പോർട്ട് കൂടി വർക്ക് ചെയ്യുന്നുണ്ട്. മൈലേജ് കുറച്ചും കൂടി കൂടുതൽ അഡ്വാൻസ്ഡായി കിട്ടും എന്നുള്ളതാണ് ഈ ഒരു ടെക്നോളജിയുടെ പ്രത്യേകത. അപ്പോൾ 2015 ലാസ്റ്റ് ഘട്ടങ്ങളിലാണ് ഈ ഒരു ഹൈബ്രിഡ് സിസ്റ്റം മാരുതി അവതരിപ്പിച്ചത്. 15 ശേഷമുള്ള വാഹനങ്ങളിലാണ് നിങ്ങൾക്ക് ഈ ഒരു ടെക്നോളജി കാണാൻ സാധിക്കുക. അപ്പോൾ പലർക്കും ഡൗട്ട് ഉണ്ട്, 2015 തന്നെ രണ്ട് ടൈപ്പ്, ഇപ്പോൾ സിയാസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഹൈബ്രിഡ് വാഹനങ്ങളും അല്ലാത്ത വാഹനങ്ങളും വരുന്നുണ്ട്. അതെങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലസ്റ്റർ മീറ്ററിനകത്ത് SHVS എന്നുള്ളൊരു സിമ്പിൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ SHVS ആണ് ഈ സെമി ഹൈബ്രിഡ് സിസ്റ്റത്തിന് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഡിക്കിയുടെ ഭാഗങ്ങളിലൊക്കെ ചിലപ്പോൾ ഒരു ബ്ലൂ സ്റ്റിക്കറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും SHVS എന്നുള്ളത്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വാഹനം മനസ്സിലാക്കിക്കോ, അത് സെമി ഹൈബ്രിഡ് എഞ്ചിനിൽ സിസ്റ്റത്തിൽ വരുന്ന വാഹനമാണ്. അല്ലാത്ത വാഹനങ്ങൾ 2015 മുമ്പുള്ള 2015 ഫസ്റ്റ് കാലഘട്ടങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന വാഹനങ്ങളാണെങ്കിൽ ഈ ഹൈബ്രിഡ് സിസ്റ്റം അല്ലാത്ത വാഹനങ്ങളായിരിക്കും. അത് നോർമൽ എഞ്ചിൻ എങ്ങനെയാണോ ഡീസൽ എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് ആ ഒരു സിസ്റ്റത്തിൽ മാത്രം പോകുന്നതാണ്. ഈ ബാറ്ററിയുടെ പെർഫോമൻസ്, ഈ ബാറ്ററി അത്യാവശ്യം നല്ല പെർഫോമൻസ് കാര്യങ്ങൾ ഇതിനായിട്ട് സ്പെഷ്യലൈറ്റ് ചെയ്തിട്ടുള്ള ബാറ്ററിയാണ് ഈ വാഹനങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്നത്. ഏകദേശം ഇതിന്റെ ബാറ്ററി റീപ്ലേസ് ചെയ്യണമെങ്കിൽ ഒരു 8000 രൂപയോളം കോസ്റ്റ് വരും. അപ്പോൾ ഇതിനായിട്ട് ഈ ഹൈബ്രിഡ് സിസ്റ്റത്തിനായിട്ട് അതിനായിട്ട് മാത്രം ലോഞ്ച് ചെയ്തിട്ടുള്ള ബാറ്ററിയാണ് മാരുതി ഇതിനകത്ത് ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ നമ്മൾ പരിചയപ്പെടുന്ന ഈ ഒരു വാഹനം ഈ 2015 മോഡൽ വരുന്ന മാരുതി സുസുക്കി സിയാസ് ZD വേരിയന്റ് ആണ്. ഫുൾ ഓപ്ഷൻ വേരിയന്റ് ആണ്. ഇന്റീരിയർ കാര്യങ്ങളെല്ലാം ആദ്യം കാണിച്ചു തരാം. ബീച്ച് കളറിൽ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾ, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, സ്റ്റീരിയോ, ഓട്ടോ ക്ലൈമറ്റ്, AC, ഡുവൽ എയർ ബാഗ്, ABS കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ZD ആയതുകൊണ്ട് തന്നെ എക്സ്റ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ പ്രൊജക്ട് ഹെഡ്ലാമ്പ്, അലോയ് വീൽസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. മാരുതിയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു കളർ കൂടിയാണ് ഈ ഒരു കോഫി കളറിൽ വരുന്ന വാഹനം. KL07 എറണാകുളം രജിസ്ട്രേഷനിൽ നിന്നൊരു ഡോക്ടറിൻ്റെ സിമ്പിളൊക്കെ ഉള്ള ഒരു വാഹനമാണ്. കറക്റ്റ് സർവീസ് കാര്യങ്ങളെല്ലാം പ്രോപ്പർ കമ്പനി ത്രൂ മാത്രം പോയിട്ടുള്ളൊരു വാഹനം കൂടിയാണിത്. നല്ല ബോഡി ക്വാളിറ്റിയിൽ നിൽക്കുന്ന എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് 2015 മോഡലിൽ നിൽക്കുന്ന ഈ മാരുതി സുസുക്കി സിയാസ് ZD എന്നുള്ള വരുന്ന വാഹനം. ഏകദേശം എൻ്റെ അഭിപ്രായത്തിൽ 20-22 കിലോമീറ്റർ നമുക്ക് ഡീസൽ എഞ്ചിൻ മൈലേജ് പ്രതീക്ഷിക്കാമെന്ന് കൂടെ ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പാണ്, സിംഗിൾ ഓണർഷിപ്പ് അല്ല, സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഈ ഒരു വാഹനം നിൽക്കുന്നത്. വാഹനത്തിൻ്റെ വില വരുന്നത് 5,80,000 രൂപ. ഒരു 5 ലക്ഷം വരെയൊക്കെ ഇതിനകത്ത് നമുക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ സെഡാൻ സെഗ്മെന്റിലെ വാഹനങ്ങൾ അത്യാവശ്യം മൈലേജ് പ്രിഫറൻസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, ഡീസൽ എഞ്ചിൻ അന്വേഷിച്ച് നടക്കുന്നവരാണെങ്കിൽ, അധികം റണ്ണിംഗ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വാഹനം സെലക്ട് ചെയ്യാം. അതിനുവേണ്ടി ഞങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലത്തെ നല്ല ക്വാളിറ്റി വാഹന വിശേഷങ്ങൾക്കും ടിപ്സിനായി ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക.